بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن سيدنا محمد رسول الله أما بعد മുഹിബ്ബീങ്ങളെ നാം മൗലിദുൽ ഹുസ്നൈനിയുടെ 7ാമത്തെ ഹിസ്ബിൽ അശ്റഖ ബൈത്ത് വരുന്നുണ്ട്. ആ അശ്റഖ ബൈത്തിന്റെ തൊട്ട് മുമ്പുള്ള വരികളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ ഉണ്ടായ ആമിന ബീവിയും അവിടെ ഉണ്ടായിരുന്ന ഷിഫാ ബിൻത് ഔഫ് റളിയല്ലാഹു അൻഹുമ അവര് അനുഭവിച്ച ചില അത്ഭുതങ്ങളാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഫവാഹൽ ലിമഷ്ഹദി വിലാദതിഹി ഫാഖ കുല്ല വലീദിൻ അലാ റഗ്മി ഉനൂഫി അഹ്ലി സുൽബാൻ فعيسى في المهد أظهر العبودية باللسان والحبيب صلى الله عليه وسلم أبداها قبل المهد بعمل الأركان بل روي تكلمه بجلال الله مبادرا له مهد الصبيان. ഇനി പറയുന്നത്, ഇത്രയും അത്ഭുതങ്ങൾ നാം മേൽ പറഞ്ഞ അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി ഫവാഹൻ ലിമഷ്ഹദി വിലാദതിഹി, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ട ആ രംഗം എത്ര അത്ഭുതകരമായ രംഗമാണ്. ഒരു സംഗതി, ഒരു കാര്യം വലിയ അത്ഭുതവും അതോടൊപ്പം ആ കാര്യത്തോട് കൂടുതൽ താല്പര്യവും മനസ്സിലുണ്ടാകുമ്പോൾ പറയുന്ന അറബികൾ ഒച്ചവെക്കുന്ന ഒരു ശബ്ദമാണ് വാഹൻ എന്ന് പറയുന്നത്. സന്തോഷത്തോടു കൂടുള്ള അത്ഭുതമാണത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ട ആ രംഗം, എന്തെല്ലാം അത്ഭുതങ്ങളാണ് സംഭവിച്ചത്. ഫാഖ കുല്ല വലീദിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെട്ടതുപോലെ ഒരൊറ്റ കുട്ടിയും പ്രസവിക്കപ്പെട്ടിട്ടില്ല. എല്ലാ കുട്ടികളുടെയും മീതെയാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ടത്. ഈസാ നബി അലൈഹിസ്സലാം അടക്കമുള്ള, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടക്കമുള്ള എല്ലാ അംബിയാ മുർസലീങ്ങളും, പ്രസവിക്കപ്പെട്ട അംബിയാ മുർസലീങ്ങളൊക്കെ അവർക്കൊന്നും കാണാത്ത, പ്രസവിക്കപ്പെട്ട സമയത്ത് ഉണ്ടാവാത്ത അത്ഭുതങ്ങളാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നിമിഷം തന്നെ കാണിച്ചത്. അത് നാം വിശദീകരിച്ച് പറഞ്ഞു, ഇനി അത് പറയേണ്ടതില്ല. അലാ റഗ്മി ഉനൂഫി അഹ്ലി സുൽബാൻ, അതിന്റെ അർത്ഥം അലാ റഗ്മി ഉനൂഫി അഹ്ലി സുൽബാൻ, കുരിശിന്റെ ആളുകൾ, കുരിശിന്റെ സുൽബാൻ എന്ന് പറഞ്ഞ കുരിശുകൾ എന്നർത്ഥം, സ്വലീബ് എന്ന് പറഞ്ഞ കുരിശ്. അപ്പൊ കുരിശിന്റെ വാക്താക്കള് അവരുടെ മൂക്ക് മണ്ണിൽ കുത്തലോട് കൂടെ ആ വാക്കിന്റെ നേരെ ഭാഷാർത്ഥം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിനെ ദൈവമായി കാണുന്ന ചിലർ, നമ്മുടെ മുസ്ലിങ്ങളുടെ വിശ്വാസം, വിശുദ്ധ ഖുർആൻ പറയുന്നത് ഈസ ഇബ്നു മറിയം, ഈസാ നബി അലൈഹിസ്സലാം ദൈവമല്ല, ത്രിമൂർത്തികളിൽപ്പെട്ട ഒരു മൂർത്തിയുമല്ല. ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, അല്ലാഹു തആല ത്രിമൂർത്തികളിൽ ഒരു മൂർത്തിയാണ്, ഈസാ നബി അലൈഹിസ്സലാം മറ്റൊരു മൂർത്തിയുമെന്ന് പറഞ്ഞ ആളുകൾ അവിശ്വാസികളാണ്,
വിശ്വാസത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ഒരു ദൈവത്തിന് ഒക്കുന്നതുമല്ല ഒരു സ്ത്രീയുടെ ഗുഹ്യഭാഗത്തിലൂടെ പ്രസവിക്കപ്പെടുക എന്ന് പറയുന്നത്. ഒരു സ്ത്രീ പ്രസവിക്കപ്പെട്ട വ്യക്തി ദൈവമാവുക എന്ന് പറയുന്നത് ഒരിക്കലും ദൈവത്തിനോട് യോജിച്ചതുമല്ല. ആ പ്രസവിക്കപ്പെട്ട വ്യക്തിയേക്കാൾ ദൈവമാകാൻ അവകാശപ്പെട്ടത് ആ സ്ത്രീ ആയിരിക്കണം. കാരണം ഈ ദൈവം പ്രസവിക്കപ്പെട്ടതാണല്ലോ. ദൈവം ഉണ്ടാകുന്നതിന് മറ്റൊരാൾ ഉണ്ടായല്ലോ. ആ ദൈവത്തെ പ്രസവിച്ച ഉമ്മ ഉണ്ടായല്ലോ. ഉമ്മ ആയിരിക്കണം ദൈവം. അതുകൊണ്ട് നാം വിശ്വസിക്കുന്നത് അതായത് ഈസാ നബി അലൈഹിസ്സലാം ദൈവമോ ദൈവപുത്രനോ അല്ല, മറിച്ച് അള്ളാഹുവിന്റെ അടിമയാണ്. ഇന്നി അബ്ദുല്ലാഹി എന്ന് ഈസാ നബി അലൈഹിസ്സലാം പ്രസവിക്കപ്പെട്ട ശേഷമല്ലെങ്കിലും പ്രസവിക്കപ്പെട്ട് കുറച്ച് കഴിഞ്ഞ് 1-2 ദിവസത്തിന് ശേഷം ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിയിൽ കിടന്നുകൊണ്ട് അത്ഭുതം കാണിച്ചു. വ്യക്തമായ ഭാഷയിൽ ജനങ്ങളോട് സംസാരിച്ചു. ഞാൻ അള്ളാഹുവിന്റെ അടിമയാകുന്നു, ഞാൻ ദൈവമാണെന്ന് പിന്നീട് നിങ്ങൾ പറയരുത്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാകുന്നു എന്ന് പറഞ്ഞു. ഖുർആൻ പറഞ്ഞത് മറിയമിന്റെ പുത്രനാണ്, ദൈവമല്ല. അപ്പോ ഈ ഈസാ നബി അലൈഹിസ്സലാം യേശുവിനെ ചൊല്ലി യേശു കുരിശിൽ തറക്കപ്പെട്ടു എന്നാണ് ചിലർ പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് അങ്ങനെയല്ല. വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹു. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ശിഷ്യന്മാര് ഈസാ നബി അലൈഹിസ്സലാമിനോട് വലിയ സ്നേഹത്തില് ബഹുമാനത്തില് കൂടെ നടന്ന ശിഷ്യന്മാരിൽ ഒരാൾ, അവന് കോടികൾ സമ്മാനമായി തരാം, ഈസാ നബി ഉള്ള റൂം ഞങ്ങൾക്ക് രഹസ്യമായി പറഞ്ഞു തന്നാൽ, വധിക്കാൻ അവസരമുണ്ടാക്കി തന്നാൽ നിനക്ക് കോടികൾ തരാമെന്ന് പറഞ്ഞപ്പോ ആ ശിഷ്യന് കാഫിറായി ഈസാ നബി അലൈഹിസ്സലാമിനെ ഒറ്റിക്കൊടുത്തു. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാമിനെ കൊല്ലാൻ വേണ്ടി ആ റൂമിലേക്ക് അവർ പ്രവേശിക്കലോട് കൂടെ അവർക്ക് ഒറ്റിക്കൊടുക്കാൻ നിന്നിരുന്ന വ്യക്തി അള്ളാഹു അല്ല സൃഷ്ടാവ്. ആ വ്യക്തിക്ക് ഈസാ നബി അലൈഹിസ്സലാമിന്റെ കോലം അള്ളാഹു തആല കൊടുക്കുകയും ഈസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു തആല പൊക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വമാ ഖതലൂഹു വമാ സ്വലബൂഹു. ഈസാ നബിയെ കൊല്ലുകയോ കുരിശിലേക്ക് തറക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. വലാകിൻ ശുബ്ബിഹ ലഹു. ഈസാ നബി അലൈഹിസ്സലാം അവർക്ക് ഒരു രൂപം വേറാക്കി കൊടുത്തിട്ട് അവർക്ക് കൺഫ്യൂഷൻ ആക്കപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ മറ്റൊരു ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, റാഫിഉക ഇലയ്യ. ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല അള്ളാഹുവിലേക്ക് ഉയർത്തി എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ഉയർത്താൻ ഉദ്ദേശിച്ച മേഖലയിലേക്ക്, ആകാശത്തിലേക്ക് അള്ളാഹു തആല ഉയർത്തി കൊണ്ടുപോയി. ആ ഈസാ നബി അലൈഹിസ്സലാമിനെ അടുത്ത് ഇറങ്ങി വരും. അന്ത്യനാള് ആകുമ്പോ അതിന്റെ ഒരു അടയാളമായി ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരികയും ചെയ്യും. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാമിനെ കുരിശിൽ തറക്കപ്പെട്ടു എന്ന് ശരിയല്ല എന്നാ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ കുരിശിനിക്ക് ആരാധിക്കുകയും ആ ഈസാ നബിയെ കുറിച്ച് അവര് പറയുന്നത് നിങ്ങളെ നബിയേക്കാൾ, മുഹമ്മദ് നബിയേക്കാൾ ശ്രേഷ്ഠനും ഉന്നതനും യേശുവാണ് എന്ന് പറയാറുണ്ട്. കാരണം യേശു ചെറിയ കുട്ടിയാവുമ്പോ, തൊട്ടിയിൽ കിടക്കുന്ന കുട്ടിയാവുമ്പോ യേശു സംസാരിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞ് മത്സരിക്കുന്നവർക്ക് ഒരു മറുപടിയാണ് ഇതിൽ പറയുന്നത്. മൗലൂദുൽ ഹുസ്നൈനിൽ അങ്ങനെയുള്ള മത്സര ബുദ്ധിയ നമ്മോട് ചോദ്യം ചെയ്യുന്നവരോട് ഉള്ള മറുപടിയാണ്. ഓരോ ക്രിസ്ത്യാനിയോടും പിടിച്ചിട്ട് അവന്റെ ചെവിട്ടിൽ പറഞ്ഞു കൊടുക്കാനുള്ളതല്ലത്. നമ്മോട് അങ്ങനെ മത്സരിച്ച് ചോദ്യം ചെയ്യുന്നവരോട്
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളിൽ സമുന്നതനാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഹദീസിലും വന്നിട്ടുണ്ട്, പ്രവാചകർ തന്നെ പറഞ്ഞു തന്നിട്ടുമുണ്ട്. അതുകൊണ്ട് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ പ്രവാചകരാവട്ടെ മലക്കുകളാവട്ടെ ആരാവട്ടെ ഈസാ നബി അടക്കമുള്ള എല്ലാവരെക്കാളും സമുന്നതരാണ്. അവരുടെയൊക്കെ പ്രവാചകനുമാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പഠിതാക്കളിൽപ്പെട്ട ഒരുവരാണ് സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ അവരതിന് മറുപടി പറയേണ്ടതുണ്ട്. ആ മറുപടിയാണ് ഇവിടെ പറഞ്ഞത്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടിയിൽ കിടക്കുന്ന പ്രായമെത്തുന്നതിന് മുമ്പ്, ആ മണിക്കൂറുകൾ എത്തുന്നതിന് മുമ്പ്, പ്രസവിച്ച ഉടൻ തന്നെ, ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന ഉടൻ അള്ളാഹുവിന് സുജൂദ് നെറ്റിവെച്ച് സുജൂദ് ചെയ്യുകയും കൈകൾ പ്രത്യേക രൂപത്തിൽ പിടിക്കുകയും പിന്നീട് പ്രാർത്ഥനാർത്ഥം ആകാശത്തിലേക്ക് കൈ ഉയർത്തുകയും ചെയ്തു എന്നെല്ലാം നാം വിവരിച്ചതുകൊണ്ട് ഈ അത്ഭുത സംഭവങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് അതിലും വലിയ അത്ഭുതമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏത് കുട്ടിയും പ്രസവിക്കപ്പെടുന്ന ഏത് കുട്ടിയും തോറ്റുപോവേണ്ടി വരും. ആ സ്ഥാനത്തേക്ക് ആരും എത്തുകയില്ല. ഖബലൽ മഹ്ദി, തൊട്ടിയുടെ മുമ്പ്, തൊട്ടിയിലേക്കും എത്തുന്നതിന്റെ മുമ്പ്, ആ മണിക്കൂറുകൾ എത്തുന്നതിന് മുമ്പ്, ആ ദിവസങ്ങൾ എത്തുന്നതിന്റെ മുമ്പ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബി അലൈഹിസ്സലാം ഫിൽ മഹ്ദി, തൊട്ടിയിൽ വെച്ചാണ്, തൊട്ടിയിൽ കിടന്ന ശേഷമാണ് അദ്ഹറൽ ഉബൂദിയ്യത്ത്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണെന്ന് വ്യക്തമായി പറഞ്ഞത്. ബില്ലിസാൻ, നാവ് കൊണ്ട് വ്യക്തമായി പറഞ്ഞു, ഞാൻ യഥാർത്ഥ ദൈവമായ അള്ളാഹുവിന്റെ അടിമയാകുന്നു എന്ന് വ്യക്തമായി പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദഹ, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണെന്ന് വ്യക്തമാക്കി ഖബറുൽ മഹ്ദി, തൊട്ടിയിലേക്കും എത്തുന്നതിന് മുമ്പ്, അഥവാ പ്രസവിച്ച ഉടൻ തന്നെ മറ്റൊരു പണി ചെയ്യുന്നതിന് മുമ്പ്, ബി അമലിൽ അർക്കാൻ, കൈക്കാലുകളുടെ ശരീരങ്ങളുടെ പ്രവർത്തനം കൊണ്ട്. കുട്ടികൾക്ക്, ഏത് കുട്ടിക്കും കഴിയുന്ന ഒരു കഴിവാണ് ശബ്ദിക്കല്. ആ ശബ്ദത്തിന് ഒരു മീനിങ് ഉണ്ടായി എന്നാണ് ഈസാ നബി അലൈഹി സ്വലാം സാധാരണ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചു എന്നുള്ളതാണ് ഈസാ നബിന്റെ പ്രത്യേകത. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടിക്ക് സാധിക്കുന്ന കഴിവ് എത്രയാണ് നമുക്കറിയാം. പ്രസവിക്കപ്പെടുന്ന കുട്ടിക്ക് ഇത് രണ്ട് മുട്ട് കുത്തി നിൽക്കാൻ ആ നിമിഷം തന്നെ സാധിക്കുകയാണ്. നെറ്റി സ്വയം വെക്കാനും ഖിബലയുടെ ഭാഗത്തേക്ക് നെറ്റി വെച്ച് കൈകൾ വെച്ച് പൂർണ്ണമായി സുജൂദ് ചെയ്യാൻ സാധിക്കുക, അതിന് അറിവുണ്ടാവുക, സുജൂദ് ചെയ്യുക എന്ന് പറയുന്നത് അതിലും വലിയ അത്ഭുതമാണ്. എല്ലാ അവയവങ്ങളെ കൊണ്ടും അള്ളാഹു ഒരുവനാണെന്ന് വ്യക്തമാക്കുന്നതാണ് സുജൂദ്. യഥാർത്ഥ സുജൂദ് അള്ളാഹുവിനാണ് ചെയ്യേണ്ടത്, അവനാണ് സുജൂദ് ചെയ്യാൻ അർഹനെന്ന് പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുത്തു. മാത്രമല്ല, ബൽ തന്നെയുമല്ല, റുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, തകല്ലുമുഹു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുണ്ട്. ബിജലാലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഔന്നിത്യം, അള്ളാഹു ഉന്നതനാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ജലാലു റബ്ബിയർ റഫീഅ്, പ്രസവിച്ച ഉടനെ ജലാലു റബ്ബിയർ റഫീഅ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ശബ്ദമിട്ടിട്ടുണ്ട് എന്ന് ഒരു റിപ്പോർട്ടിലുണ്ട്. അത് നേരത്തെ നാം പറഞ്ഞു, റസൂലുള്ളാഹി പ്രസവിച്ച ഉടനെ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. അത് ആവശ്യമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. കുട്ടികൾ പ്രസവിക്കപ്പെടുന്ന സമയത്ത് കരയെങ്കിലും വേണം, കരയണം, എന്തെങ്കിലും ഉമ്മക്ക് സമാധാനമുള്ളൂ. കാരണം ഈ കുട്ടിക്ക് ശബ്ദത്തിന് പ്രശ്നമില്ല, ശബ്ദമുള്ള കുട്ടിയാണ്. ഈ കരയുന്ന കുട്ടിയാണ് പിന്നീട് സംസാരശേഷിയുള്ള കുട്ടിയായി വരുന്നത്. അപ്പൊ കരയണം, അത് സന്തോഷമാണ് ഉമ്മക്ക്.
പ്രസവിച്ച ഉടനെ കരയണം. അതിന് ആമിന ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് റസൂലുള്ളാഹി കരഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെടുന്ന സമയത്ത് ശബ്ദമുയർത്തിയിട്ടുണ്ട്, ശബ്ദമിട്ടിട്ടുണ്ട്. ആ ശബ്ദം ഇതാണ് എന്നാ പറയുന്നത്, ജലാലു റബ്ബിയർ റഫീഅ. ചിലര് അത് സലാം പറഞ്ഞതാണ്. അവിടെ മലക്കുകളും ഹൂറുൽ ലിസാനും 2 ഭാര്യമാര്, സ്വർഗത്തിലെ ഭാര്യമാരായി തീരുമാനിക്കപ്പെട്ട മറിയം ബീവി, ആസിയ ബീവി ഒക്കെ ഇങ്ങനെ കാത്തിക്കുകയാണ് കാണാൻ. അപ്പൊ അവരോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞതാണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമായി ഹദീസിൽ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് നാം മൗലിദുൽ ഹുസൈനിൽ അത് പറഞ്ഞിട്ടില്ല. അങ്ങനെ സലാം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. വ്യക്തമായി സലാമാണെന്ന് ഉറപ്പില്ല. ബിജലാലില്ലാഹി തആല മുബാദിറൻ ലഹു, തൊട്ടിൽ കിടക്കും മുബാദിറൻ ലഹു മഹ്ദസ്സുബിയാൻ. ഈ ജലാലു റബ്ബിയർ റഫീഅ എന്നുള്ള സംസാരം, ആ സംസാരം പറയാൻ, ആ ശബ്ദം ഉരുവിടാൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളരി മഹ്ദസ്സുബിയാൻ, കുട്ടികളുടെ തൊട്ടിലിന് മുമ്പ്, കുട്ടികൾ തൊട്ടിയിലേക്ക് എത്തുന്നതിന്റെ ആ സമയത്തിന്റെയും മുന്നിൽ അള്ളാഹുവിന്റെ ഹബീബ് പ്രസവിച്ച ഉടൻ തന്നെ അങ്ങനെ ശബ്ദമിട്ടിട്ടുണ്ട്. അപ്പൊ സംസാരം അതൊരു സംസാരം തന്നെയാണ്, അള്ളാഹുവിനോടുള്ള കലാമാണ്, സംസാരമാണ്. മാത്രമല്ല വഖറജ മഅഹു, അള്ളാഹുവിന്റെ ഹബീബ് പ്രസവിക്കപ്പെട്ട സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ പുറപ്പെട്ടു നൂറുൻ, വലിയ പ്രകാശം. അല്ലാഹു ബിഹിൽ മശ്രിഖാനി വൽ മഗ്രിബാൻ, ഭൂമിയിൽ എല്ലായിടത്തും ആ പ്രകാശം ഉണ്ടായിട്ടുണ്ട്. മശ്രിഖാനി എന്ന് പറഞ്ഞാല് മശ്രിഖുകൾ, കിഴക്ക് ഭാഗങ്ങൾ, വൽ മഗ്രിബാൻ, പടിഞ്ഞാറ് ഭാഗങ്ങൾ. ആകെ 2 ഭാഗേ ഉള്ളൂ, കിഴക്ക് പടിഞ്ഞാറ്. നമ്മൾ മധ്യത്തിൽ ഒരു വര വരച്ചാല് ആ വരന്റെ അപ്പുറത്തേക്കുള്ളത് പടിഞ്ഞാറിലേക്ക് നമ്മൾ തിരിഞ്ഞ് നമ്മുടെ തലയുടെ മധ്യത്തിലൂടെ നേരെ മുകളിലൂടെ ഒരു വര ഇടത്തേക്കും വലത്തേക്കും വരച്ചാൽ ആ വരയുടെ പടിഞ്ഞാറ് ഭാഗം, അപ്പുറത്തെ മുൻഭാഗത്തുള്ളത് ഫുള്ള് പടിഞ്ഞാറും പിൻഭാഗത്തുള്ള ഫുള്ള് കിഴക്കുമാണ്. കുറെ കിഴക്കുണ്ടാവും, കുറെ പടിഞ്ഞാറുണ്ടാവും. ഖുർആൻ റബ്ബുൽ മശാരിഖി വൽ മഗാരിബി എന്ന് പറഞ്ഞിട്ടുണ്ട്, റബ്ബുൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. റബ്ബുൽ മശാരിഖ് കുറെ കിഴക്കുകള്, കുറെ പടിഞ്ഞാറുകള്. സൂര്യൻ എന്നും ഒരേ സ്ഥലത്തല്ല ഉദിക്കുന്നതും അസ്തമിക്കുന്നതും. സൂര്യന്റെ അസ്തമാനവും അതിന്റെ ഗുറൂബ്, അതിന്റെ ഉദയം, അത് രണ്ടും ചെറിയ പോയിന്റിൽ എല്ലാ ദിവസവും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ കുറെ ഉദയസ്ഥലവും കുറെ അസ്തമിക്കുന്ന സ്ഥലവും ഉണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത് റബ്ബുൽ മശാരിഖി വൽ മഗാരിബി. അതാണ് ഇവിടെ അനേക മശ്രിഖാനി 2 എന്നല്ല, അനേക മശ്രിഖുകൾ, അനേക ഉദയസ്ഥലങ്ങൾ, അനേക അസ്തമയ സ്ഥലങ്ങൾ. എന്നാണ് ഭൂമി ഒട്ടാകെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഭൂമി ഒട്ടാകെ പ്രകാശിച്ചു പോയി. അങ്ങനത്തെ പ്രകാശം റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്താ അത്ഭുതം! എല്ലാ പ്രകാശങ്ങളെയും പടക്കപ്പെട്ടത് റസൂലുള്ളാഹിനെ കൊണ്ടല്ലേ. സൂര്യനും ചന്ദ്രനും ഗാലക്സികളും അർശും കുർസിയും പ്രകാശം എവിടൊക്കെ നൽകുന്നു ആ സാധനങ്ങളൊക്കെ പടക്കപ്പെട്ടത് റസൂലുള്ളാഹിന്റെ പ്രകാശത്തിൽ നിന്നാണ്, റസൂലുള്ളാഹിയിൽ നിന്നാണ്. അതുകൊണ്ട് പിന്നെ റസൂലുള്ളാഹി പ്രസവിക്കപ്പെട്ടപ്പോ ഭൂമി ഒട്ടാകെ പ്രകാശിച്ചു എന്ന് പറഞ്ഞാല് അത് അത്ഭുതപ്പെടാനില്ല. കമാ അശ്റഖ മിൻ സാതിഇ നൂരിഹി, റസൂലുള്ളാഹിയുടെ മുഖത്തിൽ നിന്നും വന്ന ആ ശോഭിക്കുന്ന പ്രകാശം, ആ പ്രകാശം കൊണ്ട് തിളങ്ങിപ്പോയി. അൽ ബൈത്തു, കഅബാലയം, കഅബാലയത്തിലേക്ക് തിരിഞ്ഞാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെടുന്നത്. ഖിബ്ലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാണ് പ്രസവിക്കപ്പെടുന്നത്. നേരത്തെ പറഞ്ഞു. ആ കഅബാലയം റസൂലുള്ളാഹി പ്രസവിക്കപ്പെട്ടപ്പോൾ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്, ലംഘുന്നുണ്ട് റസൂലുള്ളാഹിയുടെ പ്രകാശം കൊണ്ട്. വദ്ദീറാൻ, ചുറ്റുഭാഗത്തുള്ള വീടുകളും. ഭൂമി മൊത്തം ഒരു പ്രകാശം കണ്ടിട്ടുണ്ട്, സ്പെഷ്യലായ പ്രകാശം. അതിന്റെ പുറമെ തിളങ്ങുന്ന പ്രകാശം
വെറും പ്രകാശമല്ല, ലംഘുന്ന പ്രകാശം കഅബാലയത്തിലും ചുറ്റുഭാഗത്തുള്ള വീടുകളിലും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. വദനത്തിയിലൈഹി, നബി തങ്ങളിലേക്ക് താഴ്ന്നു വന്നു, അടുത്തു വന്നു. അന്നുജൂമു, ഹദീസിൽ വന്ന സംഭവങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെടുമ്പോ പ്രപഞ്ചത്തിലും അത്ഭുതമുണ്ടായിട്ടുണ്ട്. ആകാശത്ത് ചില പ്രതിഭാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് നക്ഷത്രങ്ങള് ഭൂമിയോട് അടുത്തു വന്നു, ഭൂമിയിലേക്ക് താഴ്ന്നു വന്നു. കമാ ദനത്തിലൈഹി നുജൂമു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നക്ഷത്രങ്ങൾ താഴ്ന്നു വന്നിട്ടുണ്ട്. ചില നക്ഷത്രങ്ങള്, അങ്ങകലെ നിൽക്കുന്ന നക്ഷത്രങ്ങള് ചിലത് താഴ്ന്നു വന്നിട്ടുണ്ട്. കമാ യതദാനാ സ്വബ്ബാൻ, താഴ്ന്നു വരിക എന്ന് പറഞ്ഞാല് നക്ഷത്രം വല്ലാതെ താഴ്ന്നു എന്നതിനർത്ഥമല്ല, വീടിനോട് അടുത്ത് താഴ്ന്നു എന്നതിനർത്ഥമല്ല. നക്ഷത്രങ്ങളൊക്കെ വലിയ സംഭവങ്ങളാണ്, വലിയ സാധനങ്ങളെ സൃഷ്ടികളാണ്. അതങ്ങ് താഴ്ന്നു വന്നാല് ഭൂമിയുടെ ഗതിയാകെ മാറും. അപ്പോ സാധാരണ കാണുന്ന ഭാഗത്തുനിന്ന് കുറച്ച് തെറ്റി കൂടുതൽ പ്രകാശമുണ്ടായി കുറച്ച് താഴ്ന്നു എന്നേ അതിനർത്ഥമുള്ളൂ. അത് അത്ഭുതമാണ്. വലിയൊരു മാറ്റം, നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങൾക്ക് വലിയ മാറ്റം കണ്ടു എന്നേ അതിനർത്ഥം വെക്കേണ്ടതുള്ളൂ. അല്ലാതെ നക്ഷത്രങ്ങൾ താഴ്ന്നു വന്നാല് ചിലപ്പോ ഭൂമി അപ്രത്യക്ഷമാവും, ഭൂമി കരയേണ്ടി വരും. കമായത്തദാന സ്വബ്ബാൻ, രണ്ട് പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾ, മുഹിബും മെഹബൂബും, സ്നേഹിക്കുന്ന വ്യക്തി സ്നേഹിക്കപ്പെടുന്ന വ്യക്തി, രണ്ടുപേരും സന്തോഷത്താൽ അടുത്തുകൂടുന്നത് പോലെ നക്ഷത്രങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പ്രസവിക്കപ്പെടുകയാണെന്നുള്ള വാർത്ത മലക്കുകള് നക്ഷത്രങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. വായുവിലാകെ പറഞ്ഞു പരത്തിയിട്ടുണ്ട്. ആകാശത്തും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഭൂമിയിലും സമുദ്രത്തിലും എല്ലായിടത്തും വിവരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നക്ഷത്രങ്ങൾക്കൊക്കെ അള്ളാഹുവിന്റെ ഹബീബിനെ അറിയാം. സർവ്വ സൃഷ്ടികൾക്കും അള്ളാഹുവിന്റെ ഹബീബിനെ അറിയാം. ഇത് വെറുതെ പറയുന്നല്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രസവിക്കപ്പെട്ട ശേഷം പലപ്പോഴും അള്ളാഹുവിന്റെ ഹബീബിനോട് കല്ലുകളൊക്കെ അസ്സലാമു അലൈക എന്ന് സലാം പറയാറുണ്ട്. കല്ലുകള്. അപ്പൊ എല്ലാ സൃഷ്ടിയാക്കും അള്ളാഹുവിന്റെ ഹബീബിനെ അറിയാം. അത് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഹദീസിൽ കാണാ, മനുഷ്യരിലും ഭൂതങ്ങളിലുമുള്ള തമ്മാടികളല്ലാത്തവർ, ദോഷികളല്ലാത്തവരൊക്കെ എന്ന് പറഞ്ഞ അവിശ്വാസികളല്ലാത്തവരെല്ലാം ഞാൻ പ്രവാചകനാണെന്ന് അറിയും, എന്നെ പരിചയമുള്ളവരാണ്. ഉർസിൽതു ഇലൽ ഖൽഖി കാഫത്തൻ, എല്ലാ സൃഷ്ടികളിലേക്കും ഞാൻ അയക്കപ്പെട്ടവരുമാണ്. അല്ലാഹു നബി പറഞ്ഞതാ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എല്ലാ സൃഷ്ടികളിലേക്കും ഞാൻ അയക്കപ്പെടും. നക്ഷത്രങ്ങളിലേക്ക് അയക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനാ? ഇനി ആ വിശദീകരണം വരുന്നുണ്ട്. നക്ഷത്രങ്ങളൊക്കെ അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. ആ തസ്ബീഹ് അള്ളാഹുവിന്റെ ഹബീബാണ് അവർക്കൊക്കെ, എല്ലാവർക്കും അത് അള്ളാഹുവിന്റെ ഹബീബാണ് ബോധനം ചെയ്തു കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബാണ് അവർക്ക് സർവ്വ സൃഷ്ടികൾക്കും അള്ളാഹുവിനെ എങ്ങനെ തസ്ബീഹ് ചൊല്ലണമെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത്. അതിന് മാധ്യമം അള്ളാഹുവിന്റെ ഹബീബിനെ അറിയാം. അള്ളാഹു ആ കഴിവൊക്കെ അള്ളാഹുവിന്റെ ഹബീബിന് കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു ഭാഗത്ത് വിശദമായി വരുന്നത് കൊണ്ട് ഇപ്പോൾ അത് പറയുന്നില്ല. എങ്ങനെയാണ് റസൂലുള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ട് നക്ഷത്രങ്ങൾ വരിക? നക്ഷത്രങ്ങൾക്ക് സ്നേഹമോ? അതെ, അതുണ്ട് എന്നതിനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഹദീസ്, വ്യക്തമായ സ്വഹീഹ ഹദീസുണ്ട് ഉഹുദ് മലയെ കുറിച്ച്. ഉഹുദുൻ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഇത് ഭ്രാന്താ. പുത്തൻ പ്രസ്ഥാനക്കാർ അങ്ങനെയൊക്കെ പറയും. നിരീശ്വരവാദികളും പറഞ്ഞേക്കാം. അവരോടിപ്പോ നമുക്ക് സംസാരം ഇല്ല. അള്ളാഹുവിന്റെ ഹബീബ് ഉഹുദ് മലയെ കുറിച്ച് പറഞ്ഞത്, ഉഹുദുൻ
ഉഹുദ് മല ജബലു യുഹിബ്ബുന, നമ്മളെ മഹബത്ത് വെക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന മലയാണ്. വനുഹിബ്ബുഹു, നമ്മൾ അങ്ങോട്ടും ആ മലയെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി മദീനയിൽ നിന്ന് പുറത്തു പോയാൽ, യുദ്ധത്തിനൊക്കെ പോയാൽ ഉഹുദ് മല നിൽക്കുന്ന ഭാഗത്തിലൂടെയാണ് മദീനയിലേക്ക് വരിക. മദീനയിലേക്കുള്ള വഴി അതാണ്. ഉഹുദ് കുറെ ദൂരത്തുനിന്ന് കണ്ടാൽ റസൂലുള്ളാഹി വണ്ടിക്ക് സ്പീഡ് കൂട്ടും, വണ്ടിയെ സ്പീഡ് കൂട്ടി അങ്ങോട്ട് അടുപ്പിക്കും. അത് ഉഹുദ് മലയോടുള്ള സ്നേഹമാണ്. അതാണ് ഉഹിബ്ബുഹു എന്ന് പറഞ്ഞത്. ഉമ്മനെ കാണാതെ 2 മാസം ഉമ്മയിൽ നിന്ന് അകന്നു നിന്ന മോന് അല്ലെങ്കിൽ മോള് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഉമ്മ മുറ്റത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മയെ വഴിയിൽ വെച്ച് കണ്ടാല്, ദൂരെ നിന്ന് കണ്ടാൽ അതുവരെ നടന്ന രൂപത്തിലല്ല പിന്നീട് നടക്കുക. ഉമ്മനെ കണ്ട ശേഷം സ്പീഡ് കൂട്ടും, നടത്തത്തിന് സ്പീഡ് കൂട്ടും, അല്ലെങ്കിൽ ഓടും എന്നതുപോലെ. അത് സ്നേഹമാണ്. അത് അറിയാതെ സ്നേഹമുള്ള ആള് ചെയ്തു പോകുന്നതാണ്. എന്നതുപോലെ അള്ളാന്റെ ഹബീബ് ഉഹുദ് മലയെ ഇഷ്ടപ്പെട്ടിരുന്നു. നമുക്ക് ഉഹുദ് മലയോട് വലിയ സ്നേഹമാണെന്ന് റസൂലുള്ളാഹി പറയും. ഉഹുദ് മല ദൂരെന്ന് കണ്ടാല് അടുത്തെത്താൻ വേണ്ടി സ്പീഡ് കൂട്ടുമായിരുന്നു എന്ന് ഹദീസുണ്ട്. അത് കെട്ടുകഥയൊന്നുമല്ല. അപ്പൊ എല്ലാവർക്കും സന്തോഷ, മലക്കുകൾക്ക് സന്തോഷമാണ്. റസൂലുള്ളാഹിനെ അറിഞ്ഞ എല്ലാവർക്കും സന്തോഷമാണ്. റസൂലുള്ളാഹി പ്രസവിക്കപ്പെട്ട സമയത്ത് എല്ലാവർക്കും സന്തോഷമായിരുന്നു. ഹൂറുൽ ഹിസാന് അല്ലെ, ആസിയ ബീവി, അതുപോലെ മറിയം ബീവി തുടങ്ങുന്ന പല മഹദികളും മഹാന്മാരും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെടുന്ന ആ രംഗം കാണാൻ സാക്ഷിയായിട്ടുണ്ട്, വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വഇന്നമാ അസിഫ ഹീന ദാക ഇബ്ലീസു ഫലഹു ഐദും വഇർനാൻ. റസൂലുള്ളാഹി പ്രസവിക്കപ്പെടുന്ന സമയത്ത് വലിയ ദുഃഖവും അന്നേരം വലിയ ദേഷ്യമുള്ള ഒരുത്തനെ ഉണ്ടായിട്ടുള്ളൂ. അതാരാ? വഇന്നമാ അസിഫ ഹീന ദാക, ആ സമയത്ത് വലിയ ദുഃഖവും ദേഷ്യവും വന്നു. റസൂലുള്ളാഹി പ്രസവിക്കപ്പെട്ടപ്പോ വലിയ ദുഃഖം വന്ന ആളുണ്ട്. ദുഃഖത്തോടു കൂടിയുള്ള ദേഷ്യത്തിനാണ്, ദേഷ്യത്തോടു കൂടിയുള്ള ദുഃഖത്തിനാണ് അസിഫ എന്ന് പറയുക. വഇന്നമാ അസിഫ ഹീന ദാക, അന്നേരം റസൂലുള്ളാഹി പ്രസവിക്കപ്പെട്ട സമയത്ത് എല്ലാവരും സന്തോഷത്തിലാണ്, ലോകം മൊത്തം സന്തോഷത്തിലാണ്. പക്ഷെ അന്ന് സന്തോഷമില്ലാത്ത ദുഃഖിച്ച ഒരാളുണ്ട്, അന്ന് ദുഃഖത്താൽ കരഞ്ഞ ഒരാളുണ്ട്. ആരാണ്? ഇബ്ലീസാണത്. ഇബ്ലീസിന് ആ നേരം ദുഃഖമായിരുന്നു, അവന് ദേഷ്യമായിരുന്നു. ഫലഹു, അവനുണ്ട്, ഗൈദുൻ, അവന് ദേഷ്യമുണ്ട്, വഇർനാൻ, അവന് കരച്ചിലുമുണ്ട്. അവന് കരഞ്ഞുപോയി റസൂലുള്ളാഹി ജനിച്ച സമയത്ത്. മുഹിബ്ബീകളും കരയും. റസൂലുള്ളാഹി ജനിക്കുമ്പോ അല്ലേ, റബീഉൽ അവ്വൽ 12 സമയത്ത് മൗലിദ് ഓതി റസൂലുള്ളാഹി പ്രസവിക്കപ്പെടുന്ന രംഗം ഇങ്ങനെ ഓർത്തിട്ട് റസൂലുള്ളാഹിനെ നമുക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ട് മഹബത്തില് മൗലിദ് ചൊല്ലി കരഞ്ഞു പോകും. ഇബ്ലീസും കരഞ്ഞു. ഇബ്ലീസ് കരഞ്ഞത് എന്തുകൊണ്ടാ? ഇബ്ലീസ്, പല ഇബ്ലീസുകളും ഉണ്ട്. മൗലിദ് ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ ഇബ്ലീസും ഉണ്ട്. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന്റെ അന്ന് ദേഷ്യമായിരിക്കും. കാരണം മുഅ്മിനീങ്ങൾ മുഹിബ്ബീങ്ങൾ എല്ലാ പള്ളിയിലും ഇങ്ങനെ യാ നബി സലാം അലൈക്കും അങ്ങനെ പല വരികളും കവിതകളും സലാമുകളും പറയുന്നത് കേൾക്കുമ്പോ അന്നേരം കൂർക്കം വലിച്ചു ഉറങ്ങായിരിക്കും. ആര്? പുത്തൻ പ്രസ്ഥാനം ഇബ്ലീസ്. ഇബ്ലീസിന്റെ പാർട്ടിയാണ് അവര്. അപ്പൊ ഇബ്ലീസിന് അന്നേരം വലിയ ദേഷ്യം വന്ന് അവന് കരഞ്ഞു എന്നാ പറയുന്നത്. അവന് കരഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ്. കരയാൻ പല കാരണം ഉണ്ടാവാ. അവന് ദേഷ്യപ്പോ ആരോടാ? റസൂലുള്ളാഹിനോടാണോ ദേഷ്യം? ദേഷ്യം അവനോട് തന്നെ ആവാ. റസൂലുള്ളാഹിനോട് ദേഷ്യം വന്നിട്ട് കാര്യമല്ല, നടക്കൂല വിഷയം. ഇബ്ലീസിന് ദേഷ്യം എന്ന് പറയുന്നത് നടന്നാലും നടന്നില്ലെങ്കിലും അത് ഇൻഫിആലാണല്ലോ. ദേഷ്യം എന്ന് പറയുന്നത് അറിയാതെ വരുന്നതാണ്. ഏതായാലും ഇബ്ലീസിന് ദേഷ്യം വന്നു.
ഇബ്ലീസ് കരഞ്ഞും ചെയ്തു. അവന് നന്നായി അറിയാം അവന്റെ സമയം കഴിയാനേക്കണേ. ഇബ്ലീസ് പറഞ്ഞത് ഫഅൻദിർനി ഇലാ യൗമി യുബ്അസൂൻ, എന്നെ ഖിയാമത്ത് നാൾ വരെ, പുനർജന്മത്തിന്റെ സമയമാകുന്നത് വരെ എന്നെ മരിപ്പിക്കാതെ നീട്ടിടണേന്ന് അള്ളാഹിനോട് പറഞ്ഞു. അപ്പൊ അള്ളാഹ് പറഞ്ഞു, അതങ്ങനെ തന്നെ നമ്മൾ തീരുമാനം, അതുവരെ എന്നെ നീട്ടിട എന്ന് പറഞ്ഞു. അപ്പോ ഈ ലോകം അവസാനിക്കാനായി നിന്റെ ഒന്നാമത്തെ അടയാളം, ഖിയാമത്ത് നാളിന്റെ ഫസ്റ്റ് അടയാളമായിട്ട് പറയുന്നത് റസൂല പ്രസവിക്കപ്പെടുക എന്നുള്ളതാണ്. റസൂല പ്രസവിച്ചാല് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് അന്ത്യപ്രവാചകൻ, അന്ത്യനാളിന് മുമ്പായിട്ട്, ബൈന യദൈ സാഅ, ഖിയാമത്ത് നാളിന് മുമ്പായിട്ട്, മുന്നോടിയായി, അവസാനത്തെ പ്രവാചകനായി, ഒരു പ്രവാചകനും പറയാത്ത അല്ലെങ്കിൽ പറഞ്ഞ് അവസാനിക്കാൻ കഴിയാത്ത കാര്യങ്ങളെല്ലാം സമഗ്രമായ രൂപത്തിൽ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെ വിവരിച്ചു കൊടുക്കാനുള്ള അവസാനത്തെ പ്രവാചകന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമെന്ന് എല്ലാ അമ്പിയാക്കന്മാരും അവരുടെ ജനതയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ റസൂൽ പ്രസവിക്കപ്പെടുക എന്ന് പറഞ്ഞത് തന്നെ ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ അടയാളാണ് എന്ന് ഇമാമികളൊക്കെ പറഞ്ഞു കാണും. ബുഇസ്തു അന ബുഇസ്തു വസ്സഅതു കഹാതൈനി, അന വസ്സഅതു കഹാതൈനി, ഞാൻ എന്നെ നിയോഗിക്കപ്പെട്ടു, പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു, ഞാനും അന്ത്യനാളും ഇങ്ങനെ നിൽക്കുന്നത്. ഈ രണ്ട് വിരലുകൾ എത്ര അടുത്തുണ്ടോ അതുപോലെയാണ്. അതുകൊണ്ട് ഇബ്ലീസിന് മനസ്സിലായിട്ടുണ്ടാവും റസൂല പ്രസവിക്കപ്പെട്ട കാലം കഴിഞ്ഞു. അതുകൊണ്ടായിരിക്കും അവൻ കരഞ്ഞത്. കമാറന്ന, ഇബ്ലീസ് കരഞ്ഞതുപോലെ ഹീനനുഇന, അവനെ ശപിക്കപ്പെട്ട സമയത്തും കരഞ്ഞിട്ടുണ്ട്. അത് നല്ല സംഗതിയാണ്. അള്ളാഹുവിന്റെ ശിക്ഷ വരുന്ന സമയത്ത് അപ്പോഴും ആ ധൈര്യപൂർവം ആ ശിക്ഷ വിഷയാക്കാതെ നെവർമൈൻഡ് ആക്കി നിൽക്കാൻ പാടില്ല. അങ്ങനെ ഒരു സൽസ്വഭാവം കാണിച്ചിട്ടുണ്ട് ഇബ്ലീസ്. അള്ളാഹു അവനെ ശപിച്ചപ്പോ, ശപിക്കാന്ന് പറഞ്ഞാല് ഈ ഇവിടുന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞവനോട്, ലഅനത്ത് എന്ന് പറഞ്ഞാൽ അകറ്റിയാണ്. അള്ളാഹു തആല റഹ്മത്തിനെ തൊട്ട് അകറ്റി, അവന്റെ സ്വർഗത്തുനിന്നും മഅരിഫത്തുനിന്നും ഒക്കെ അകറ്റി ഇബ്ലീസിനെ. ആ അകറ്റിയപ്പോ അള്ളാഹുവിനെ കാണാൻ അവന് പറ്റൂല, പിന്നെ അള്ളാഹുവിന്റെ ദർശനം അവനില്ല. അപ്പൊ അവന് ഓട്ടോമാറ്റിക്കലായി കരഞ്ഞു പോയി ഇബ്ലീസ്. 4 പ്രാവശ്യം അവൻ കരഞ്ഞത് എന്നാ പറയുന്നത്. കമാറന്ന, അവൻ ഉച്ചത്തിൽ ഒച്ച വെച്ച് കരഞ്ഞിട്ടുണ്ട്. ഹീനലുഇന, അവനെ ശപിക്കപ്പെട്ട സമയത്ത്. വഹീന ഉഹ്ബിത്വ, പിന്നീട് അവനെ പുറത്താക്കപ്പെട്ട സമയത്ത്. സ്വർഗത്തുനിന്ന് പുറത്താക്കി ആദ്യം, പിന്നെ ആകാശത്തുനിന്ന് മൊത്തം പുറത്താക്കി. ആകാശത്തേക്ക് കയറാൻ പാടില്ല എന്ന് വെച്ചു. ഇത് നിരോധിത മേഖലയാണ് എന്ന് പറഞ്ഞു അവനോട്. അപ്പൊ അതിനുശേഷം ആ സമയത്തു അവൻ കരഞ്ഞിട്ടുണ്ട്. പിന്നെ ഫാത്തിഹ സൂറത്ത് ഇറങ്ങുന്ന സമയത്ത്, സൂറത്തുൽ ഫാത്തിഹ, അതാ സബഉൽ മസാനി. സബഉൽ മസാൻ എന്ന് പറഞ്ഞാല് അറബി ഭാഷയിൽ 28 അക്ഷരങ്ങളാണ്, അല്ലെങ്കിൽ 9 അക്ഷരങ്ങളാണ് ഉള്ളത്. ആ അക്ഷരങ്ങളിൽ നിന്ന് 28 അല്ലെങ്കിൽ 29 എന്ന് പറയാൻ കാരണം ഹംസ ഒരക്ഷരവും അലിഫ് രണ്ടാമത്തെ അക്ഷരമാണോ, അത് രണ്ടും ഒറ്റ അക്ഷരം തന്നെയാണോ എന്ന് ഭാഷാ പണ്ഡിതന്മാര് തർക്കമുണ്ട്. അത് 2 അക്ഷരമായി കൂട്ടുമ്പോ ഹംസ വേറൊരക്ഷരവും അലിഫ് വേറൊരു അക്ഷരമാവുമ്പോ അവരാണ് ലാമലിഫ് എന്ന് പണ്ട് പറഞ്ഞത്. ലാമലിഫ്, ലാ മറ്റൊരു അക്ഷരത്തിന്റെ കൂടെ അലിഫിന് ഉച്ചരിക്കാനും പറയാനും കഴിയുള്ളൂ. വെറും അലിഫ് പറയാൻ കഴിയൂല. വെറും അലിഫ് പറഞ്ഞാൽ അത് ഹംസിയായി പോവും, ആ ഇ ഉ എന്നായി പോവും. എന്നാല് ലായുടെ കൂടെ പറഞ്ഞാല്
ബാ ലാ ഫ എന്ന് പറഞ്ഞാൽ മറ്റൊരു അക്ഷരത്തിന്റെ കൂടെ വരുമ്പോ അലിഫിനെ കാണാൻ കഴിയും. അതാ ലാം അലിഫ്, ലാ അലിഫ് എന്ന് പറയുന്നത്. ഏതായാലും അങ്ങനെ 2 അക്ഷരമില്ല എന്ന് പറയുമ്പോൾ 28 അക്ഷരം, അല്ലെങ്കിൽ അക്ഷരം ഉണ്ടെന്ന് പറഞ്ഞാൽ 29 അക്ഷരം. ഈ അക്ഷരങ്ങളിൽ നിന്ന് ഫാത്തിഹ സൂറത്തില് 7 അക്ഷരങ്ങളല്ലാത്ത അക്ഷരങ്ങളൊക്കെ ഉണ്ട്. ഫാത്തിഹയിൽ 7 അക്ഷരമില്ല. ആ ഇല്ലാത്ത 7 അക്ഷരങ്ങൾ ഏതാ എന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. സബ്ഇ എന്ന് പറഞ്ഞാല് 7 അക്ഷരം. മസാൻ ചുരുട്ടപ്പെട്ട, അതിൽ കൊടുത്തിട്ടില്ല. ഫാത്തിഹ സൂറത്തിൽ ആ 7 അക്ഷരം വെച്ചിട്ടില്ല. ആ 7 അക്ഷരം വലിയ സിറാണ് അള്ളാഹുവിന്റെ. സബുൽ മസാനി വലിയ സിറാണ്, അള്ളാഹുവിന്റെ വലിയ രഹസ്യമാണ്. ആ 7 അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ലോകത്തെ പല സംഭവങ്ങളും രഹസ്യങ്ങളും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആണ് ഫാത്തിഹയ്ക്ക് സബുൽ മസാൻ എന്ന് പറയാനുള്ള ഒരു കാരണം. പല കാരണമുണ്ട്. മസാൻ എന്ന് ആവർത്തിക്കുക എന്നും അർത്ഥമുണ്ട്. ചുരുട്ടുക എന്നർത്ഥം ഞാൻ ആദ്യം വെച്ചത്. ആവർത്തിക്കുക എന്നർത്ഥമുണ്ട്. ഫാത്തിഹ സൂറത്ത് ആവർത്തിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സബുൽ 7 ആയത്താണത്. 7 ആയത്ത മസാൻ ആവർത്തിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പേര് വെച്ചത് എന്നും പറയുന്നുണ്ട്. മറ്റൊരു കാരണം, ഫാത്തിഹ സൂറത്ത് ഒരു നിസ്കാരത്തിൽ തന്നെ, ഫർദ് നിസ്കാരത്തിൽ 1-ലധികം പ്രാവശ്യം ഓതണം. സുബഹിക്ക് 2 പ്രാവശ്യം ഓതണം, ഇശാക്ക് 4 പ്രാവശ്യം ഓതണം. അതുകൊണ്ട് മസാൻ ആവർത്തിക്കപ്പെട്ട് പെടുന്ന 7 ആയത്തുകൾ, സൂക്തങ്ങൾ എന്ന് അർത്ഥം വരുന്നത് കൊണ്ടാണ് അങ്ങനെ പേര് വെച്ചത്. ഇതൊക്കെ ഉണ്ട്, ഈ എല്ലാ കാരണം ഉണ്ടായതുകൊണ്ടാണ് പേര് വെച്ചത്. ഏതായാലും ഫാത്തിഹ സൂറത്ത് ഇറങ്ങുന്ന സമയത്ത് ഇബ്ലീസ് കരഞ്ഞുപോയി. അതെന്താ? ഇബ്ലീസ് ഫാത്തിഹ സൂറത്ത് ഓതിയപ്പോ കരഞ്ഞത്, ഇറങ്ങിയപ്പോ കരഞ്ഞത്, ഫാത്തിഹ സൂറത്തിന്റെ രഹസ്യം അവന് മനസ്സിലായിട്ടുണ്ടാവും. വലിയ ആരിഫല്ലേ, വലിയ ആരിഫാണല്ലോ അവന്. ഇബ്ലീസ് മലക്കുകളുടെ ഉസ്താദായിരുന്നല്ലോ. അപ്പോ ആ രഹസ്യങ്ങൾ അവൻ അറിഞ്ഞിട്ടുണ്ടാവും, അറിയാൻ. കാരണം എന്താ നമുക്ക് അറിയില്ല, വിവരിച്ചാൽ ശരിയാവൂല, അറിയുന്നതും വിവരിച്ചാൽ ശരിയാവൂല. ഫാത്തിഹ സൂറത്ത് മുഅ്മിനീങ്ങൾക്ക് ഹിദായത്ത് കിട്ടാനുള്ള സൂറത്താ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിസ്മി കഴിഞ്ഞാലുള്ളത് അതാ. വിശുദ്ധ ഖുർആനിലുള്ള ഫുൾ ആശയവും ഫാത്തിഹ സൂറത്തിൽ ഉണ്ട് എന്നാ പറയുന്നത്. ഫാത്തിഹ സൂറത്തിലുള്ളതെല്ലാം ബിസ്മിയിലുണ്ട് എന്നാ പറയുന്നത്. ബിസ്മിയിലുള്ളതൊക്കെ ബായിലുണ്ട് എന്നാ പറയുന്നത്. അത് ശരി തന്നെ. അപ്പോ ഈ ബിസ്മിയുടെ ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹിനെ സ്തുതിക്കുക. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാണ് ആ വാക്ക്. അള്ളാഹിനെ സ്തുതിക്കുമ്പോൾ ഏറ്റവും നല്ല സ്തുതിയുടെ വാക്ക് അതാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. നമുക്ക് വലിയ നിഅമത്തൊക്കെ കിട്ടിയാൽ, വല്ല സന്തോഷമൊക്കെ വന്നാൽ അൽഹംദുലില്ലാഹ് പറയണം. അൽഹംദുലില്ലാഹ് അള്ളാഹ് പഠിപ്പിച്ചത് അങ്ങനെ പറയണേ. റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ. അല്ലാഹു തആല പറയാ ഖുദ്സിയ ഹദീസിൽ, ഈ ആയത്തുകള് നമ്മൾ നിസ്കാരത്തിൽ അങ്ങ് ഓതിയാല് അല്ലാഹു പറയും, എന്നെ വേണ്ടതുപോലെ എന്റെ മൗലിദ് ഓതി, എന്റെ മദ്ഹ് പറഞ്ഞു എന്റെ അടിമ, എനിക്ക് എന്റെ അടിമനോട് വലിയ തൃപ്തിയായി, എന്നെ വേണ്ടതുപോലെ എന്നെ പ്രശംസിച്ചിട്ടുണ്ട്, സ്തുതിച്ചിട്ടുണ്ട് എന്റെ അടിമ. അതുകൊണ്ട് ഫലി അബ്ദി മാ സഅൽ, എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ എൻ്റെ അടിമക്ക് കൊടുക്കും. അതിന് ശേഷം നമ്മൾ പറഞ്ഞു, ഇയ്യാക നഅ്ബുദു, പഠിച്ചോനെ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കണേ. ഞാനിനി എനിക്ക് വേണ്ടാത്ത തോന്നിയാസങ്ങളൊക്കെ തോന്നിവാസം ചെയ്യാൻ തോന്നിപ്പോവും എൻ്റെ മനസ്സിനിങ്ങനെ. അപ്പോ ഞാൻ എൻ്റെ നഫ്സുൽ അമ്മാറക്ക് സ്വേച്ഛക്ക് ഞാനിനി വഴിപ്പെടൂല, ആരാധിക്കൂല. അതുപോലെ പിശാച്ച്, ഇബ്ലീസിന്റെ സൈന്യവും പലരും എന്നോട് പലതും പറഞ്ഞ് എന്നെ പ്രേരിപ്പിക്കും പല തെറ്റുകളും ചെയ്യാന്.
അന്നേരം ഞാൻ അവർക്കൊന്നും ആരാധിക്കൂല, ഞാൻ നിനക്കേ ആരാധിക്കൂ. ഇയ്യാക നഅ്ബുദു, ഞങ്ങൾ നിനക്ക് മാത്രം ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, പഠിച്ചവനെ നിനക്ക് മാത്രം ആരാധിക്കുള്ളൂ എന്ന് ഞാൻ എൻ്റെ ഒരു താല്പര്യമാണ്, എൻ്റെ ഒരു പ്രതിജ്ഞയുമാണ്. പക്ഷേ അതിൽ നിലകൊള്ളാൻ എനിക്ക് ശക്തി ഉണ്ടാകുമോ എന്ന് അറിയൂല, പരീക്ഷണങ്ങളിൽ പതറിപ്പോകുമോ എന്ന് അറിയൂല. അതുകൊണ്ട് നിന്നോട് ഞാൻ സഹായം തേടുന്നു. വയ്യാക നസ്തഈൻ, പരീക്ഷണങ്ങളിലും തെറ്റുകളിലേക്ക് തള്ളി പോവാൻ സാധ്യതയുള്ള സന്ദർഭങ്ങൾ വരുമ്പോഴും അന്നേരം സഹായിക്കാൻ നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ വാക്കെന്താ? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. പഠിച്ചോനെ ഞങ്ങൾക്ക് ഹിദായത്ത് കൊണ്ട് ഞങ്ങൾ പയച്ചു പോവരുത്. ഹിദായത്തിന്റെ വഴി അത് ഞങ്ങൾക്ക് തുറന്നു തരണേ. ഞങ്ങളെ നീ ചൊവ്വായ വഴിയിലേക്ക്, തെറ്റുകൾ തീണ്ടാത്ത മുസ്തഖീമായ വഴി, ഇസ്തിഖാമത്തിന്റെ വഴി, ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും തെറ്റ് വരാത്ത ചൊവ്വായ വഴി, ആ വഴിയിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ എന്ന് പറയുന്നുണ്ട് ഫാത്തിഹയില്. ഈ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കുമെന്ന് ഖുദ്സിയായ ഹദീസിലുണ്ട്. ഏതാ ചൊവ്വായ വഴി? അതിന് ശേഷം പറയുന്നുണ്ട്, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ സ്നേഹിച്ച അനുഗ്രഹിച്ച അമ്പിയാക്കന്മാര്, മുർസലീങ്ങള്, ശുഹദാഇ, സിദ്ദീഖീങ്ങള്, സ്വാലിഹീങ്ങള്, അവരുടെ വഴി, ആ വഴിയിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ എന്ന് ദുആ ചെയ്തു. ആ ദുആ അല്ലാഹു സ്വീകരിക്കുന്ന പറയണേ. ഭക്തിയോടെ ആ ഫാത്തിഹ ഓതിയാല് ആ ദുആ അല്ലാഹു സ്വീകരിക്കും. തഹജ്ജുദ് നിസ്കരിക്കുന്നു ഒരാള്, തഹജ്ജുദ് കുറച്ച് നേരത്തെ എണീറ്റ് നിസ്കരിക്കണം. ഒരു 10-11 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് വിചാരിച്ച് അലാറൊക്കെ വെച്ചു. പക്ഷെ ക്ഷീണിതനായി ഉറങ്ങിയതായിരുന്നു, വൈകിയ ഉറങ്ങിയത്. അതുകൊണ്ട് അലാറൊന്നും അറിഞ്ഞില്ല. അറിഞ്ഞപ്പോ പിന്നെ 2 റക്അത്ത് നിസ്കരിക്കാനേ സമയമുള്ളൂ. കുറെ ദുആ ചെയ്യാനുണ്ടായിരുന്നു, അള്ളാഹിനോട് കുറെ രഹസ്യമായിട്ട് സുജൂദ് കടന്ന് ദുആ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ സമയം കിട്ടിയില്ല. 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഉടൻ സുബഹിക്ക് വാങ്ങി കൊടുക്കുന്നു, ഉറപ്പാ. ദുആ ചെയ്യാൻ എന്ത് ചെയ്യും? ദുആ ഒരിക്കലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല ചാൻസ്. ഫാത്തിഹ ഓതിയാൽ മതി. ഭക്തിപൂർവം ഫാത്തിഹ ഓതിയാല് ആ ഫാത്തിഹയിൽ എല്ലാം ഉണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും തഹജ്ജുദ് നിസ്കരിച്ച് ദുആർക്കണം. സ്വന്തം കാര്യം പറഞ്ഞാൽ പോരാ, കാര്യമായിട്ട് അതാ ചെയ്യേണ്ടി. തഹജ്ജുദിന് എണീക്കുന്ന ആളുകള് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും ദുആ ചെയ്യണം. എന്നാലേ അല്ലാഹു തആല നമ്മളെ ദുആ സ്വീകരിക്കുള്ളൂ, നമ്മൾ ഇഷ്ടപ്പെടുള്ളൂ. അത് നമ്മളെ ബാധ്യതയാണ്. അപ്പോ മുസ്ലിങ്ങൾക്കൊന്നും ദുആർന്നില്ലേ? ദുആർന്നു. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിനാ, ഞങ്ങളേന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാനും എന്റെ ഭാര്യയും മക്കളും എന്നല്ല, ഞാനും എന്റെ ഭർത്താവും മക്കളും എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ ആരാ? ഞങ്ങൾ എന്ന് പറഞ്ഞ ലോകത്തുള്ള മുസ്ലിങ്ങൾ എല്ലാവരും, ഞങ്ങളെല്ലാവരും ഇനി മുസ്തഖീമായ വഴിയിലേക്ക് ചേർക്കണം എന്നാ ദുആർക്കണത്. അപ്പൊ ആ ദുആയോട് കൂടെ എത്രയോ മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിങ്ങൾക്ക് ഹിദായത്ത് കിട്ടും, ചൊവ്വായ വഴിയിലേക്കിലൂടെ ചലിക്കാനുള്ള തൗഫീഖ് കിട്ടും. ഭക്തിപൂർവ്വം ഫാത്തിഹ ഓതണം. ഇങ്ങനെ ഇബ്ലീസിനോട് പറഞ്ഞത് ഇത് കൂടുതൽ ആളുകളെ നരകത്തേക്ക് ഉണ്ടാക്കണം എന്നാ ഓനുള്ള ഓർഡർ. ഓന് ആ ജോലിയാണ്. അപ്പൊ ഓനെ ഹിദായത്ത് ഈ ഫാത്തിഹ ഇറങ്ങലോട് കൂടെ ഓനെ പണി വെറുതാവും എന്നുള്ള ഭയം കൊണ്ടാണോ അവൻ കരഞ്ഞു പോയത്? അതോ അവന് ഈ ഫാത്തിഹ ആസ്വദിക്കാൻ കഴിയാത്തതുകൊണ്ടാണോ അവൻ കരഞ്ഞു പോയത്? ഏതായാലും 4 തവണ ഇബ്ലീസ് കരഞ്ഞിട്ടുണ്ട്. ബൽ റുവിയ, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അന്നഹു സുഫിദ, ഇബ്ലീസ് ചങ്ങലക്ക് വെക്കപ്പെട്ടു. ലൈലത്തുൽ മൗലിദി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ട രാത്രി. റമദാനിലുണ്ടല്ലോ സുഫിദത്ത് ശയാത്തീൻ. റമദാൻ മാസം വലിയ മാസമാണ്. റമദാൻ മാസം റമദാൻ മാസം ശൈത്താന്മാരെ ചങ്ങലക്ക് വെക്കുന്നുണ്ട് എന്നാ പറയുന്നത്. സ്വർഗത്തിന്റെ കവാടൊക്കെ തുറക്കപ്പെട്ടു.
നരകത്തിന്റെ കവാടം അടക്കപ്പെടുന്നു. ശൈത്വാന്മാരെ ചങ്ങലക്കിട്ടു, ശൈത്താന്മാരൊക്കെ ചങ്ങലക്ക് വെച്ചു എന്നാ പറയുന്നത്. അതുപോലെ അള്ളാഹുവിന്റെ ഹബീബ് പ്രസവിക്കപ്പെട്ട രാത്രി സുഫിദ ഇബ്ലീസിനിക്ക് ചങ്ങല വെച്ചു. ഇബ്ലീസ് മാത്രല്ലേ, ഇബ്ലീസ് നേതാവായതുകൊണ്ട് എടുത്തു പറഞ്ഞതാ. കനമേറിയ ഗൗരവമുള്ള ചങ്ങലകളെ കൊണ്ട്, പൊട്ടിക്കാൻ കഴിയാത്ത ഭാരമുള്ള ചങ്ങലകളെ കൊണ്ട് ചങ്ങലക്ക് വെക്കപ്പെട്ടു ഇബ്ലീസിന്. മാത്രമല്ല കൈക്കാലുകൾ കെട്ടപ്പെട്ടു. കുല്ലു മാരിദിൻ, എല്ലാ പിശാച്ചിനും. മാരിദ് എന്ന് പറഞ്ഞാല് ഏറ്റവും ശക്തിയേറിയ പിശാച്ചിനാണ് മാരിദ് എന്ന് പറയുന്നത്. ഏറ്റവും ജനങ്ങളെ ഉപദ്രവിക്കുന്ന, മുഅ്മിനീങ്ങളെ ഈമാൻ തെറ്റിക്കുന്ന, കൂടുതൽ ഉപദ്രവകാരിയായ പിശാച്ചിനാണ് മാരിദ് എന്ന് പറയുക. എല്ലാ മാരിദിനിക്കും അന്ന് കൈക്കാലുകൾ കെട്ടപ്പെട്ടു. ശൈത്വാൻ എന്ന് വെക്കേണ്ട മുഴുവൻ പിശാച്ചിനെയും അന്ന് കൈക്കാലുകൾ കെട്ടപ്പെട്ടിട്ടുണ്ട്, ചെങ്ങലക്ക് വെക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി ജനിക്കുന്ന രാത്രി തഅലീമല്ലഹാ, ആ രാത്രിയെ ബഹുമാനിച്ചുകൊണ്ട് കമാ യുഗല്ലൂന ഫീ റമളാൻ, റമദാനിൽ ചങ്ങലക്ക് വെക്കപ്പെടുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബ് ജനിച്ച രാത്രിയും അങ്ങനെ ചങ്ങലക്ക് വെക്കപ്പെട്ടിട്ടുണ്ട്. വലിയ മഹത്വമുണ്ട് റസൂലുള്ളാഹി ജനിച്ച രാത്രിക്ക്. അത് ആവർത്തിക്കപ്പെടുന്ന രാത്രിക്ക് മഹത്വമുണ്ട്. ഇൻഷാ അല്ലാഹ് ചർച്ചയിലേക്ക് ഇപ്പൊ പോകുന്നില്ല, ഔദ്യോഗികമായി ആ ചർച്ച വരുന്നുണ്ട്. റസൂലുള്ളാഹി ജനിച്ച രാത്രിക്കും മഹത്വമുണ്ട്, ആ മാസത്തിനും മൊത്തം മഹത്വമുണ്ട്. വതനസ്സല ഇലൽ ഹവായി, വായുവിലേക്ക് ഇറങ്ങി വന്നു. വല്ലർളി, ഭൂമിയിലേക്കും ഇറങ്ങി വന്നു. അൽ മലായികത്തു, മലക്കുകൾ ഇറങ്ങി വന്നു. വൽ ഹൂറുൽ ഹിസാൻ, ഹൂറുൽ ഹിസാനും ഇറങ്ങി വന്നു. ഭൂമിയിലേക്കും വായുവിലേക്കും ഹൂറുൽ ഹിസാൻ ഇറങ്ങി വന്നു. ഹൂറുൽ ഹിസാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാല് ഈ ഭൂമി ആകെ പ്രകാശിച്ചു. പിന്നെ അന്ന് സൂര്യന്റെ ആവശ്യം, സൂര്യനൊക്കെ വലിയ വെളിച്ചായി പോകും, സൂര്യനേക്കാൾ വലിയ വെളിച്ചമായി പോകും. പക്ഷെ ഇറങ്ങി വന്നിട്ടുണ്ടാവും, പക്ഷെ മലക്കുകൾ അങ്ങനത്തെ വെളിച്ചം തന്നെയല്ലേ. പക്ഷെ അത് ഭൂമിയിലുള്ള ആളുകൾക്ക് ശല്യം ചെയ്യാത്ത രൂപത്തിൽ അവർക്ക് താങ്ങാൻ കഴിയുന്ന ഡോസോടു കൂടെയും പ്രകാശത്തോടു കൂടെയുമായിരിക്കും ഹൂറുൽ ഹിസാനും മലക്കുകളും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവുക. ചിലര് വായുവിൽ വന്ന് നിന്നു, ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടില്ല. ചിലര് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഹൂറുൽ ഹിസാനും മലക്കുകളുമെല്ലാം സന്തോഷ പ്രകടനം നടത്തി. കത്വൈരി, പക്ഷികളെ പോലെ പക്ഷികൾക്കും അന്ന് സന്തോഷമാണ്. വദ്ദവാബി, മൃഗങ്ങൾക്കും സന്തോഷമാണ്. വൽഹിതാൻ, കടലിലുള്ള മീനുകൾക്കും മത്സ്യങ്ങൾക്കും അന്ന് സന്തോഷമായിരുന്നു. ഇതൊക്കെ ഹദീസിലുള്ളതാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ളവർ എന്ന് പറയുന്ന മനുഷ്യര് അവര് അല്ലാഹുവിന്റെ ഹബീബ് ജനിച്ച രാത്രി ആ മാസത്തിലും രാത്രിയിലും സന്തോഷിക്കേണ്ടതുണ്ട്, സന്തോഷ പ്രകടനങ്ങൾ നടത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുമുണ്ട്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, റഹ്മത്തുൽ ലിൽ ആലമീനായ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നിങ്ങൾ ഫബിദാലിക ഫൽയഫറഹൂ, നിങ്ങൾ സന്തോഷ പ്രകടനം നടത്തണേ. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ മൗലിദുൽ ഹുസ്നൈനി പറയുന്നത് ഫൽയഫറഹ ബിഹി റിജാലു, മുത്തുനബിയെ കൊണ്ട് സന്തോഷ പ്രകടനം നടത്തട്ടെ, സന്തോഷിക്കട്ടെ എന്നല്ല. ഫരിഹ യഫറഹൂന്ന് അറബി ഭാഷയിൽ പറഞ്ഞാൽ സന്തോഷിക്കട്ടെ എന്നല്ല, സന്തോഷം പ്രകടിപ്പിക്കട്ടെ എന്നാണ്. വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും സംസാരത്തിലൂടെയും മൗലിദോത്തിലൂടെയും ഒക്കെ സന്തോഷം പ്രകടിപ്പിക്കട്ടെ. അർരിജാലു, പുരുഷന്മാര് അവര് പള്ളിയിൽ വെച്ചിട്ടോതും മറ്റു സ്ഥാപനങ്ങളിൽ വെച്ചിട്ടോതും. വന്നിസാവു, സ്ത്രീകളും മൗലിദോദണം. അവര് വീടുകളിൽ വെച്ചിട്ട് സ്ത്രീകൾ മാത്രമുള്ള സദസ്സിൽ വെച്ചിട്ട് അവരും സന്തോഷിക്കണം. സന്തോഷ പ്രകടനങ്ങൾ
നടത്തണം. വൽ ജവാരി പെൺകുട്ടികളും വൽ ഗിൽമാൻ ആൺകുട്ടികളും ഒക്കെ സന്തോഷിക്കണം, എല്ലാവരും സന്തോഷിക്കണം. അതിന്ന് ആരും ഒഴിവില്ല. അള്ളാന്റെ ഹബീബും മദീനയിലേക്ക് ചെല്ലുന്ന സമയത്ത് എല്ലാവരും അള്ളാന്റെ ഹബീബിനെ സ്വീകരിക്കാൻ വേണ്ടി പുരുഷന്മാരുണ്ടായിരുന്നു, സ്ത്രീകളും ഉണ്ടായിരുന്നു. സ്ത്രീകളും പുരുഷന്മാരൊക്കെ സന്തോഷിച്ച് സ്ത്രീകളും വന്ന് പാട്ട് പാടിയിട്ടുണ്ട്, ദഫ് കൊട്ടിയിട്ടുണ്ട്, കുട്ടികളും പാട്ട് പാടിയിട്ടുണ്ട്, ദഫ് കൊട്ടിയിട്ടുണ്ട്. അന്ന് ഇസ്ലാമിന്റെ നിയമം വന്നിട്ടില്ല. സ്ത്രീകൾ ഒരിക്കലും പുരുഷന്മാരിലേക്ക് ഇറങ്ങരുത്, അകന്നു നിൽക്കണം എന്നുള്ള നിർദ്ദേശം എത്രയോ കഴിഞ്ഞിട്ടാണ് ആ നിയമം വരുന്നത്. മക്കയിലായിരുന്ന സമയത്ത് ആ നിയമം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നീടാണ് ആ നിയമം വന്നത്. മദീനയിലേക്ക് റസൂലുള്ളാഹി ചെല്ലുന്ന സമയത്ത് സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഒന്നിച്ച് വരുന്ന അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അന്ന് സ്ത്രീകള് അള്ളാന്റെ ഹബീബിനെ മഹബത്ത് വെച്ച് അള്ളാന്റെ ഹബീബിനെ സ്വീകരിക്കാൻ സ്വാഗതം ചെയ്ത് പാട്ടുപാടിയിട്ടുണ്ട്. ത്വലഅൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈന മദഅ ലില്ലാഹി ദാഇ എന്നാണ് അള്ളാന്റെ ഹബീബ് ആദ്യമായിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവര് സ്വാഗതം ചെയ്ത് പാടിയ പാട്ട്. ആ വരികളാണ് നമ്മൾ അള്ളാന്റെ ഹബീബ് ഭൂമിയിലേക്ക് ആദ്യം വരുന്ന രംഗമാണല്ലോ പറഞ്ഞത്. ഭൂമിയിലേക്ക് ആദ്യമായി പ്രസവിക്കപ്പെട്ട് ഭൂമിയിലേക്ക് ആദ്യം വരുന്ന രംഗത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ആ സന്ദർഭം നാം ഇപ്പോൾ നടക്കുന്നത് പോലെ സങ്കല്പിച്ചുകൊണ്ട് അള്ളാന്റെ ഹബീബ് നമ്മളിലേക്ക് വരുമ്പോ നമ്മൾ സ്വാഗതം ചെയ്യുന്ന അവസ്ഥയാണ് മൗലിദുൽ ഹുസ്നൈനിൽ പറയുന്നത്. അതുകൊണ്ട് കേൾപ്പിക്കപ്പെടട്ടെ. ആരെ കേൾപ്പിക്കപ്പെടണം? അള്ളാന്റെ ഹബീബിനെ കേൾപ്പിക്കപ്പെടട്ടെ. അള്ളാന്റെ ഹബീബ് കേൾക്കാൻ വേണ്ടി ചൊല്ലട്ടെ, മർഹബൻ അഹ്ലം വസഹ്ലാ. നമ്മൾ അശ്റക ബൈത്ത് ചൊല്ലുമ്പോ മർഹബയും കൂടെ കൂട്ടണേക്ക് കുറച്ച് മർഹബയും വേണം. വെറും യാ നബി അല്ല, യാ നബി സലാം അലൈക്കും, അങ്ങനെ യാ സലാം പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങണത്. പിന്നെ കുറച്ച് സ്വാഗതം പറയണോ? അശ്റക ബൈത്തിൽ മർഹബിയുണ്ട്. മർഹബൻ അഹ്ലം വസഹ്ലാ, മർഹബ നബിയെ അങ്ങക്ക് സ്വാഗതം. അഹ്ലൻ നബിയെ അങ്ങയുടെ ഫാമിലിയിൽ പെട്ടവരാണ് ഞങ്ങളൊക്കെ. അങ്ങയുടെ കുടുംബത്തിന്റെ അടുത്തേക്കാണ് അങ്ങ് വരുന്നത്. ഞങ്ങളൊക്കെ അങ്ങയുടെ കുടുംബമായി അങ്ങയോട് ഒത്തുചേരുന്നവരാണ്. വസഹില, അങ്ങക്ക് യാതൊരു പ്രയാസവും ബുദ്ധിമുട്ടും ഇവിടെല്ലാം എളുപ്പമാണ്. അങ്ങക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തില് സൗകര്യം ചെയ്തു തരാം. വാഗാനിൻ, പല ഗാനങ്ങളും കേൾപ്പിക്കപ്പെടട്ടെ. മുത്ത് ഹബീബ് ജനിച്ച ആ സമയത്ത്, പ്രസവിക്കപ്പെട്ട ആ സമയത്തും ആ മാസത്തിലും ആ ദിവസങ്ങളിലൊക്കെ പല ഗാനങ്ങളും കേൾപ്പിക്കപ്പെടട്ടെ. ഗാനങ്ങളൊക്കെ ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാ പറഞ്ഞു, അമ്പിയാക്കന്മാരെ പറ്റിയോ ഔലിയാക്കന്മാരെ പറ്റിയൊക്കെയുള്ള മദ്ഹ് ഗാനങ്ങള് അത് സുന്നത്താണ്, പുണ്യമുള്ള കാര്യമാണ്, കൂലി കിട്ടുന്ന കാര്യമാണ് ഗാനങ്ങൾ. അതുപോലെ നല്ല കാര്യങ്ങള് പ്രചോദനമാകുന്ന കവിതകളും ഗാനങ്ങളും പാടാം, ആലപിക്കാം. അത് സുന്നത്ത് തന്നെയാണ്, നല്ല കാര്യമാണ്. അനുമോദനങ്ങള് കേൾപ്പിക്കട്ടെ, സമർപ്പിക്കട്ടെ. ഈ രാത്രിയും മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസവും രാത്രിയും സമയവുമെല്ലാം ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പറയാനുള്ളത് അശ്റക ബൈത്തിന്റെ അർത്ഥമാണ്. അത് അടുത്ത ക്ലാസ്സിൽ ഫുൾ നമുക്ക് അശ്റക ബൈത്തിന്റെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.